ഹായ് ഓൾ. ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഇതിന് ശേഷം ഏത് മേഖലയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം അല്ലെങ്കിൽ ഏത് കോഴ്സ് അഡീഷണലായിട്ട് പഠിക്കണമെന്ന് പല വിദ്യാർത്ഥികൾക്കും വരുന്നൊരു ഡൗട്ടാണ്. പല ആളുകളും ചോദിച്ചിട്ടുള്ള വലിയൊരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സോഫ്റ്റ്വെയർ പഠിക്കണം അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ പഠനം നമ്മൾ എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. അതിനൊരു ചെറിയൊരു എക്സ്പ്ലനേഷൻ എന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ബിടെക് ആണെങ്കിലും ഡിപ്ലോമ ആണെങ്കിലും സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം തൊഴിൽ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് ഏതൊക്കെ സോഫ്റ്റ്വെയർസ് പഠിക്കണം, ഏത് കോമ്പിനേഷനാണ് സോഫ്റ്റ്വെയർസ് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ സോഫ്റ്റ്വെയർസ് ഏതൊക്കെ മേഖലയിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഇത്തരം ധാരണകൾ വളരെ കുറവായിരിക്കും. നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ പഠിച്ചവരോ എല്ലാം പറഞ്ഞത് കേട്ട് ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ പഠനം നടത്തുന്ന സ്ഥാപനത്തിൽ പോകും. നമുക്കറിയാവുന്ന സോഫ്റ്റ്വെയർസിനെ കുറിച്ച് അവരോട് ചോദിക്കും. അവർ ആ ഓരോ സോഫ്റ്റ്വെയർസിൻ്റെയും ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പറഞ്ഞു തരികയും ചെയ്യും. അങ്ങനെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള ഫിനാൻഷ്യൽ ബാക്കപ്പിൻ്റെ ഒരു കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് പറ്റാവുന്ന എല്ലാ സോഫ്റ്റ്വെയർസും പഠിക്കും. ഇതാണ് പൊതുവേ കാണുന്നൊരു ട്രെൻഡ്. പക്ഷേ അതിന് പകരം നമ്മളൊന്ന് പ്രീ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന സോഫ്റ്റ്വെയർസ് മാത്രം വളരെ പെട്ടെന്ന് തന്നെ പഠിച്ച് നമുക്കൊരു ജോബ് എന്നുള്ള തലത്തിലേക്ക് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള തലത്തിലേക്ക് ചിന്തിക്കാൻ സാധിക്കും. സോ അതിനെക്കുറിച്ചൊരു ബ്രീഫ് എക്സ്പ്ലനേഷനാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. നമുക്ക് സിവിൽ എഞ്ചിനീയറിങ്ങിൽ വളരെയധികം സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. പക്ഷേ ഈ സോഫ്റ്റ്വെയർസ് പഠിക്കുമ്പോൾ ഏതൊക്കെ സോഫ്റ്റ്വെയർസ് ഏതൊക്കെ മേഖലയിലേക്ക് വേണ്ടിയുള്ളതാണെന്ന് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നമുക്കത് വളരെയധികം ഉപകാരപ്രദമാകും. സോ മെയിൻലി നമ്മൾ സിവിൽ എഞ്ചിനീയറിങ്ങിൽ വരുന്ന ഒരു സെക്ഷനാണ് സ്ട്രക്ചറൽ ഡിസൈനിങ്. അതുപോലെ തന്നെ വരുന്ന മറ്റൊരു മേഖലയാണ് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്. ആൻഡ് മറ്റൊന്നാണ് വളരെയധികം കോമൺ ആയിട്ടുള്ളതാണ് റെസിഡൻഷ്യൽ അല്ലെങ്കിൽ ബിൽഡിംഗ് ഡിസൈൻ, അതായത് ഒരു എക്സ്റ്റീരിയർ അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈനിങ് സെക്ഷൻ. ഇത്തരത്തിൽ ഏത് മേഖലയിലേക്ക് പോകുമ്പോൾ ഏതൊക്കെ സോഫ്റ്റ്വെയർസാണ് പഠിക്കേണ്ടത് എന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്. നമ്മൾ ഒരുപാടധികം സോഫ്റ്റ്വെയർസ് പഠിക്കുന്നതിന് പകരം നമുക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയർസ് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ബേസിക്കലി ഒരു സിവിൽ എഞ്ചിനീയർക്ക് ഏറ്റവും കൂടുതലായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സോഫ്റ്റ്വെയർ ആണ് ഓട്ടോക്യാഡ് എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ അതിനൊരു സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു കോർ എലമെൻ്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ഏത് മേഖലയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിലും ബേസിക്കലി ഓട്ടോക്യാഡിൻ്റെ അല്ലെങ്കിൽ ഓട്ടോക്യാഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലുള്ള ഒരു പരിജ്ഞാനം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ സോഫ്റ്റ്വെയർ പഠനം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഫ്രണ്ട്സ് ഏത് സോഫ്റ്റ്വെയർസ് പഠിക്കുന്നു അല്ലെങ്കിൽ അവരെന്തിന് പോകുന്നു എന്നുള്ളതല്ല, നമുക്ക് സിവിൽ എഞ്ചിനീയറിങ്ങിൽ ഏത് ഫീൽഡിലേക്കാണ് പോകാൻ താല്പര്യം എന്നുള്ളതാണ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാൾക്ക് സ്ട്രക്ചറൽ ഡിസൈനിങ്ങിൻ്റെ മേഖലയിലേക്ക് ജോബ് നോക്കാനാണ് അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ സോഫ്റ്റ്വെയർസ് പഠിക്കാനാണ് താല്പര്യമെങ്കിൽ അതിനുവേണ്ടി പഠിക്കേണ്ട സോഫ്റ്റ്വെയർസ്: 1 ഓട്ടോക്യാഡ്, 2 സ്റ്റാഡ്, 3 ETABS. ഞാൻ എല്ലാ സോഫ്റ്റ്വെയർസിനെ കുറിച്ചൊന്നും പറയുന്നില്ല. മെയിനായിട്ട് നമുക്ക് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോമൺലി നമ്മുടെ ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണ് എന്നാണ് ഞാൻ പറയുന്നത്. സ്ട്രക്ചറൽ ഡിസൈനിങ്ങിന് മേഖലയിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഓട്ടോക്യാഡും സ്റ്റാഡും അതുപോലെ ETABSും പഠിച്ചാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പോഷർ കിട്ടും, നല്ല രീതിയിൽ നല്ല ഫേമിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസും ഉണ്ടായിരിക്കും. ഇനി നിങ്ങളൊരു പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് സെക്ഷനിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ വിദേശത്തൊക്കെ പോയി വലിയ കമ്പനീസിൽ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് വിങ്ങിലാണ് നിങ്ങൾക്ക് ജോബ്
നോക്കാൻ താല്പര്യം, അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് മാനേജർ, പ്രൊജക്ട് മാനേജ്മെൻറ്റ് എഞ്ചിനീയർ എന്നുള്ളൊരു കാറ്റഗറിയിലേക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമുക്ക് അവിടെയും ബേസിക്കലി ഓട്ടോകാഡ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ അത്യാവശ്യമാണ്. അതിൻ്റെ കൂടെ പഠിക്കേണ്ടത് പ്രൈംഅവേറ അല്ലെങ്കിൽ MSP, മൈക്രോസോഫ്റ്റ് പ്രൊജക്റ്റ് പോലുള്ള സോഫ്റ്റ്വെയർസാണ്. മൈക്രോസോഫ്റ്റ് പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ വളരെ ചെറിയ രീതിയിലുള്ള പ്രൊജക്ട്സിലെല്ലാം പ്രൊജക്ട് മാനേജ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറാണ്. പ്രൈമവേറയാണ് ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് എല്ലാ തരത്തിലുള്ള പ്രൊജക്ട്സിലും പ്രൊജക്ട് മാനേജ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ. അതുകൂടാതെ നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ വേൾഡിൽ തന്നെ കാണുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് നമ്മളെ ബിൽഡിംഗ് ഡിസൈനിങ് അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഡിസൈനിങ് ഒക്കെ. അതായത് ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈനിങ്, ലാൻഡ്സ്കേപ്പിംഗ്, ഇത്തരത്തിലുള്ള ഏരിയ നമുക്ക് എല്ലാവർക്കും വളരെയധികം സുപരിചിതമായിരിക്കും. ഈ ഒരു മേഖലയിലേക്കാണ് പോകുന്ന താല്പര്യമെങ്കിൽ നമുക്ക് വളരെയധികം സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. ഈ സോഫ്റ്റ്വെയർസിലെല്ലാം നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടും ഡിഫറൻ്റ് ആണ്. സോ ആ ഒരു സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ നെക്സ്റ്റ് പറയുന്നത്. ഇവിടെയും മേജറായിട്ട് നമുക്ക് വേണ്ടത് ഓട്ടോകാഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ തന്നെയാണ്. അതിൻ്റെ കൂടെ ഡിസൈനിങ്, 3D ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് 3ds Max എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ പഠിക്കാം. അതുപോലെ തന്നെ SKETCHUP എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ പഠിക്കാം. റിവറ്റ് ആർക്കിടെക്ചർ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. ഇതിൻ്റെ കൂടെ നമ്മുടെ ഒരു 3D ഇമേജിൻ്റെ ക്വാളിറ്റി വളരെയധികം ഉയർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ലൂമിയോൺ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർസും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കാൻ സാധിക്കും. നമുക്കൊരു ഇമേജിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അഡീഷണൽ ടിപ്സ് എന്നുള്ള രീതിയിൽ ഫോട്ടോഷോപ്പ് കൂടി ഇതിൻ്റെ കൂടെ പഠിക്കാൻ സാധിക്കും. സോ മെയിൻലി ഈ ഒരു 3 കാറ്റഗറിയാണ് നമ്മുടെ സോഫ്റ്റ്വെയർ പഠനത്തിൽ വരുന്നത്. ഒന്ന് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് സെക്ഷൻ, സെക്കൻഡ് വൺ പ്രൊജക്ട് മാനേജ്മെൻറ്റ്, തേർഡ് വൺ ഡിസൈനിങ് സെക്ഷൻ. പ്രൊജക്ട് മാനേജ്മെൻറ്റ് ആണെങ്കിൽ നമുക്ക് മൈക്രോസോഫ്റ്റ് പ്രൊജക്റ്റ്, പ്രൈമവേറ, ഓട്ടോകാഡ് ഇത്രയും സോഫ്റ്റ്വെയർസിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. സ്ട്രക്ചറൽ ഡിസൈനിങ് ആണെങ്കിൽ ഓട്ടോകാഡ്, സ്റ്റാഡ്, ETABS. ദെൻ ഡിസൈനിങ് ഇൻഡസ്ട്രീസിലേക്കാണെങ്കിൽ ഓട്ടോകാഡ്, 3ds Max, REVIT ആർക്കിടെക്ചർ, ലൂമിയോൺ, സ്കെച്ചപ്പ്, ഫോട്ടോഷോപ്പ്, ഈ സോഫ്റ്റ്വെയർസ് എല്ലാം പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ എസ്റ്റിമേഷൻ, ക്വാണ്ടിറ്റി എസ്റ്റിമേഷൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് AQT, ഓട്ടോകാഡ് ക്വാണ്ടിറ്റി ടേക്ക് ഓഫ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർസൊക്കെ ഉണ്ട്. സോ നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളൊരു സോഫ്റ്റ്വെയർ പഠന കേന്ദ്രത്തിൽ പോയിട്ട് നമുക്കറിയാവുന്ന സോഫ്റ്റ്വെയർസിനെ കുറിച്ച് അവരോട് ചോദിച്ച് അതിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാം മനസ്സിലാക്കി അതെല്ലാം ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ എല്ലാ സോഫ്റ്റ്വെയർസും പഠിക്കുന്നതിന് പകരം നമ്മൾ ഏത് ഫീൽഡിലേക്കാണോ ഫോക്കസ് ചെയ്യുന്നത് അതിന് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനെക്കുറിച്ച് പഠിച്ച് ആ സോഫ്റ്റ്വെയർസിലുള്ള അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസ് ചെയ്യുന്നതാണ് ഏറ്റവും അധികം ഹെൽപ്ഫുൾ ആവുന്നത്. നമ്മൾ ഈ പറഞ്ഞ എല്ലാ സോഫ്റ്റ്വെയർസും നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. പക്ഷേ പിന്നീട് നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫീൽഡിലേക്ക് ജോബ് നോക്കുമ്പോൾ മറ്റ് സോഫ്റ്റ്വെയർസ് എല്ലാം നമ്മൾ വെറുതെ പഠിച്ച് ഒരു ഡെഡ് ഫീലായിരിക്കും. നമ്മൾ ആ സോഫ്റ്റ്വെയർസ് എവിടെയും നമ്മുടെ ജോബിൻ്റെ ഇടയിൽ ഉപയോഗിക്കില്ല. നമ്മൾ ഏതൊരു സെക്ഷനിലേക്കാണോ പോകുന്നത് ആ ഒരു സെക്ഷനെ അനുബന്ധിക്കുന്ന സോഫ്റ്റ്വെയർസ് മാത്രമേ നമ്മൾ ഫ്യൂച്ചറിൽ ഉപയോഗിക്കൂ. എക്സാമ്പിളായിട്ട് സ്ട്രക്ചറൽ കൺസൾട്ടൻ്റ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ അനാലിസിസിലേക്ക് പോകുന്ന ഒരാൾ ഓട്ടോകാഡും, സ്റ്റാഡും, ETABS മാത്രമേ ഉപയോഗിക്കൂ. അയാൾ ഒരിക്കലും 3ds Maxോ പ്രൈമവേറയോ ഫോട്ടോഷോപ്പോ ഒന്നിലേക്കും പോവില്ല. കാരണം അയാളെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ ഡിസൈനിങ് ആണ്. സോ അത്തരത്തിൽ ഏത് സോഫ്റ്റ്വെയർസാണ് നമുക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഏത് ഫീൽഡിലാണ് നമുക്ക് ജോബ് ചെയ്യാൻ താല്പര്യം എന്നുള്ളത് മനസ്സിലാക്കി ആ മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർസ് മാത്രം പഠിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അതല്ലാതെ എല്ലാ സോഫ്റ്റ്വെയർസും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ എല്ലാ സോഫ്റ്റ്വെയർസിൻ്റെയും ടെക്നിക്സും ടിപ്സും ഒരേപോലെ തന്നെ മനസ്സിലാക്കി വെക്കാൻ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യാൻ സാധിക്കില്ല. സോ നമുക്ക് താല്പര്യമുള്ള ഫീൽഡിൽ ആവശ്യമായ സോഫ്റ്റ്വെയർസ് ഏതെങ്കിലും സർട്ടിഫൈഡ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിച്ച് ആ സോഫ്റ്റ്വെയർസിൽ
കൂടുതൽ പ്രൊജക്ട്സ് സ്വയം ചെയ്ത് നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ നോളജ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. സോ ഇത്തരത്തിൽ ബിടെക്കിനും ഡിപ്ലോമയ്ക്കും എല്ലാം ശേഷം സോഫ്റ്റ്വെയർ പഠനത്തിന് വേണ്ടി ചിന്തിക്കുന്നവർ ഈ രീതിയിൽ ഏതൊക്കെ സോഫ്റ്റ്വെയർസാണ് നമുക്ക് പഠിക്കാൻ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ സോഫ്റ്റ്വെയർസാണ് നമ്മൾ പഠിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ സോഫ്റ്റ്വെയർസ് മാത്രം ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ സോഫ്റ്റ്വെയർസ് ഏതൊക്കെ ഫീൽഡിലേക്ക് ഏതൊക്കെ സോഫ്റ്റ്വെയർസ് ആണെന്നുള്ളൊരു ബ്രീഫ് എക്സ്പ്ലനേഷൻ കൂടി കൊടുക്കുന്നുണ്ട്. കൂടുതലായിട്ട് എന്തെങ്കിലും ഡാറ്റാസ് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ മെയിലിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.